നമസ്കാരം. 2025 വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലേക്ക്, സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. 2025 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ലീവ് എടുത്ത് വ്യക്തിയെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൂടെ നിൽക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്കൊരു ആശ്വാസം നൽകുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസരങ്ങൾ ഈ ഒരു വർഷം ഉണ്ടാകുക തന്നെ ചെയ്യും. ആ അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ഒരു സ്നേഹം, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തിയിൽ കാണിക്കുവാൻ കിട്ടുന്നൊരവസരമാണ്. ഒരാൾക്ക്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു വിഷമഘട്ടം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും കൂടെ നിന്ന് അവരെ പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുവാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നതും. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രോഗങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് മോചിതനാകുവാനും അല്ലെങ്കിൽ അവർക്ക് മെൻ്റലി നല്ല ഒരു സ്ട്രോങ് ആയി മാറുവാനും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ തന്നെ മറികടന്ന് മാനസികമായ സന്തോഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2025. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ നേടുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ജോലി സംബന്ധമായി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നേട്ടം വന്നു ചേരും. മാനസിക സന്തോഷം വർദ്ധിക്കുക തന്നെ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടുംബജീവിതത്തിലൊക്കെ സന്തോഷം വർദ്ധിക്കുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോയി സന്തോഷകരമായ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യുക. കടമിടപാടുകൾ, അതായത് പണപരമായി കടം വാങ്ങുന്ന ഇടപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. തിരികെ കൊടുക്കുവാൻ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് സാധിക്കില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കാൻ ശ്രമിക്കുന്നതും നല്ലത് തന്നെയായിരിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് അതിൽ ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നു, നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ആ ജോലിക്ക് പോകുവാനും നമുക്ക് ആ ജോലി സംബന്ധമായി ധനലാഭം ഉണ്ടാകാനും സാധിക്കുന്ന ഒരു വർഷം